you make feels like a game you play. Beauty's got a veil and I'm trying to see through. What's the truth behind the mystery of you? ക്രൊയേഷ്യ. നമ്മളിത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ ലാൻഡ് ചെയ്തു. സദാർ എയർപോർട്ടിലാണ് എത്തിയത്. ആൻഡ് വണ്ടി എടുത്തു, ചാവി എല്ലാം ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോണത്? നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചോണ്ടിട്ട് അടുത്ത ഒരു 40 കിലോമീറ്റർ പോയാൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് കാണും. How the hell am I supposed to see? Can we both face our demons? Can we change like the seasons? 3:15 നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മളിപ്പോ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഐലൻഡ് ആണ്, പക്ഷെ ഇത് നിന്നിന്റെ അടുത്തുള്ള കോസ്റ്റൽസ് ആണ്. ഓക്കെ, എന്നാ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതല്ല കേട്ടോ. ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് ഇന്നാ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. മാഡ് ഡക്ക് എന്നാണ് ആ റെസ്റ്റോറൻറ്റിന്റെ പേര്. ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു. ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ സീ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പ്രോൺസ് ഉണ്ടായിരുന്നു, സ്ക്വിഡ് ഉണ്ടായിരുന്നു, ഒക്ടോപ്പസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ആ കുഞ്ഞൊരു ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈഡിലൊക്കെ ആയിട്ട് സുവനീർ ഷോപ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് ഐസ്ക്രീം ഷോപ്സും ഉണ്ട്. ക്രൊയേഷ്യയിലേക്ക് ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നതാണ് സീ ഫുഡും ട്രൈ ചെയ്യുക, അതേപോലെ ഐസ്ക്രീമും ട്രൈ ചെയ്യാം. ദെൻ നമ്മൾ പിന്നെയും ആ ഒരു കുഞ്ഞു സ്ഥലത്തൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഒരു കുഞ്ഞു ചേർച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പോണത് സദാറിലേക്കാണ്. സോ നമ്മള് സദാറിലെത്തി, തിരിച്ച് നിന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഇപ്പം അടുത്തുള്ള ഒരു പാർക്കിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എങ്ങോട്ടാ? സദാർ ഓൾഡ് ടൗൺ. എന്നിട്ട് അതിൻ്റെ അടുത്ത് മറ്റേ സീ ഓർഗൺ, കത്തീഡ്രൽ, മോണ്യുമെന്റ് ടു ദ സൺ, അതൊക്കെ ആ ഓൾഡ് ടൗൺ ഭാഗത്തേക്കാണ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ആദ്യം അങ്ങോട്ട് കയറിയപ്പം കുറേ സ്റ്റോൺ സ്ട്രീറ്റ്സും പഴയ ചേർച്ചും കുട്ടി കുട്ടി ക്യൂട്ട് കഫേസ് ഒക്കെ ഉള്ള പഴയ യൂറോപ്യൻ ടൗൺ. അതിൽ കൂടുതലൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നപ്പം നല്ല രസമുള്ള ഒരു ലൈഫുള്ള സിറ്റി അല്ല, ഒരു ടൗൺ പോലെ എനിക്ക് തോന്നി കേട്ടോ. സദാർ ഓൾഡ് ടൗണിൻ്റെ ഒരു പനോറമിക് വ്യൂ കിട്ടണമെങ്കിൽ ഈ ചേർച്ചിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയാൽ മതി. ഞാൻ കയറിയില്ല, പക്ഷെ അവൻ ഇതിൻ്റെ മുകളിൽ കയറി പോയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഒരു ബെൽ ടവർ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയാൽ നമുക്കത് കാണാൻ പറ്റും. ഞാനാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ആക്ച്വലി അടിപൊളി സ്ഥലമാണ്. ആൻഡ് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി പോകാനുള്ള ഫെറി പോകുന്നുണ്ട്. ആ ഫെറി അല്ല, പക്ഷേ ആ ഒരു ഫെറി ഓപ്പറേറ്ററിൻ്റെ വേറെ ഫെറി കാണിച്ചു തരാം. ആക്ച്വലി സത്യം പറഞ്ഞാൽ അതിൽ വരാൻ ഞാൻ നന്നായി, കാരണം ഭയങ്കര സ്റ്റീപ്പാണ്. അതിനുശേഷം അവിടെ വേറെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു പള്ളികളുണ്ടായിരുന്നു. 1-2 ഉള്ളിൽ നമ്മൾ കയറി നോക്കിയിട്ടോ. അതുകൂടാതെ ആ ലെയിനിലൊക്കെ കുട്ടി കുട്ടി സുവനിയർ ഷോപ്സ് ഉണ്ട്. ഇതെനിക്ക്
ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ നമ്മളെ ഓൾഡ് ടൗൺ ഏരിയയിലുള്ള എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് കടലിൻ്റെ അങ്ങോട്ടേക്കാണ്. സദാർ ഇസ് ഫേമസ് ഫോർ ഇറ്റ് സീ ഓർഗൻ. സീ ഓർഗൻ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റെപ്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് പൈപ്സും വിസിൽസും ഒക്കെ ഉണ്ട്. കാറ്റും തിരയൊക്കെ അടിക്കുമ്പം ഈ പൈപ്പിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ കാറ്റ് കയറും. അങ്ങനെ അതൊരു ഹാർമോണിക് സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ സീ ഓർഗൻ വർക്ക് ചെയ്യുന്നത്. കുറച്ചേരം അയിലൂടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മളിപ്പോൾ പോകുന്നത് പോർട്ടിലേക്കാണ്. ഒരു ഫെറി എടുത്തിട്ട് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതിൻ്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. വേറെ ഒരു വഴി ഉണ്ടായില്ല. പോണ വഴിക്ക് മെക്ടേന്ന് ഡ്രൈവ് ത്രൂ എടുത്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പോർട്ടിലെത്തിയിരിക്കുകയാണ്. സദാറ് തന്നെ ഒരു പോർട്ടുണ്ട്, എന്തോ ഗസ്നിക്ക എന്നാണ് പോർട്ടിൻ്റെ പേര്. ഇവിടെയാണ് കാറൊക്കെ കൊണ്ടുപോകുന്ന ഫെറി ഉള്ളത്. അപ്പം 8 മണിയായി. 8:30ക്കാണ് നമ്മുടെ ഫെറി. നമ്മൾ ബിർബൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെയാണോ പറയാ എനിക്കറിയില്ല, പക്ഷെ ആ പെണ്ണുങ്ങൾ അങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഡുഗിയോട്ടക് എന്ന് പറഞ്ഞ ഐലൻഡിലുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഒട്ടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡാണ് ക്രൊയേഷ്യനിൽ, കാരണം കുറെ ഒട്ടക്സ് ഉണ്ട്. പിന്നെ ഡുഗി വെച്ച് കഴിഞ്ഞാൽ ലോങ് ആണ്. അപ്പൊ ലോങ് ഐലൻഡ് എന്ന പേര്, കാരണം അത് ഭയങ്കര നീളത്തിലാണ്, വീതി ഭയങ്കര കുറവാണ്. അപ്പൊ അതിന്റെ നോർത്തിലുള്ള ഒരു പോർട്ടിലേക്കാണ് നമ്മൾ പോണത്. ഈ ഐലൻഡാ ഒരു എയർബിഎൻബി നമ്മളെടുത്തത്. അത് ഇന്നിപ്പോ പോയിട്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ മോർണിംഗ് എടുക്കാം. അപ്പൊ എന്തായാലും നമ്മളെ ഫെറി വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കിടക്കാണ് കാറിൽ. ഈ ഫെറിക്കുള്ള ടിക്കറ്റ് നമുക്ക് മുന്നേ എടുത്ത് വെക്കാം കേട്ടോ. ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ആൾക്ക് പ്ലസ് ഒരു കാറിന് 1 way 41 euros ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഫെറി റൈഡ് എന്ന് പറയുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. സമ്മർ ആണെങ്കിൽ പോലും നല്ല രസമുണ്ടായിരുന്നു പുറത്തിരിക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം നമ്മൾ പുറത്തിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് AC ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. അതിനുള്ളിൽ പോയിട്ട് വേണമെങ്കിൽ ഇരിക്കാം. കുറച്ച് ലേറ്റ് ആയപ്പോൾ നമ്മൾ പിന്നെ അതിനുള്ളിൽ കയറിയിരുന്നു. ഇൻ ബിറ്റ്വീൻ എങ്ങനെയാണ് ഈ ഫെറി ഡുഗിയോട്ടക്കിൽ എത്തുന്നതെന്നുള്ള വഴി കണ്ടുപിടിക്കായിരുന്നു അവൻ. ഈ ഒരു ഐലൻഡിൽ അധികം ഗസ്റ്റ് ഹൗസസും എയർബിഎൻബിസും ഒക്കെയാണ് കേട്ടോ നമുക്ക് പോയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു എയർബിഎൻബി എടുത്തെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഇന്ന് എന്തായാലും രാത്രി, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം. ഗുഡ് മോർണിംഗ്. ഡേ 2 ഇൻ ക്രൊയേഷ്യ. നമ്മളിപ്പോൾ ഉള്ളത് ബൊസാവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമ്മൾ ഫെറി ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ എയർബിഎൻബിയിലായിരുന്നു നമ്മൾ ഇന്നലത്തെ സ്റ്റേ. പക്ഷെ രാത്രി നമുക്ക് എയർബിഎൻബി ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ എണീറ്റപ്പം കുറച്ച് ലേറ്റ് എണീക്കാൻ വേണ്ടിയിട്ട് 9:30 ആയിട്ടുണ്ട്. ചുറ്റും നോക്കിയപ്പം നല്ല രസമുള്ള ഒരു സ്ഥലം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ പ്ലാനും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് പുറത്തിറങ്ങാനുണ്ട്, കുറച്ച് സ്ഥലങ്ങൾ. ഇതൊരു കുഞ്ഞു ടൗൺ ആണ്. ഈ ഒരു ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു എയർബിഎൻബി കാണിച്ചു തരാം. നല്ല അടിപൊളി എയർബിഎൻബി ആണ്. ഞാൻ ലൊക്കേഷനും സൈഡിൽ കൊടുക്കാം കേട്ടോ. ഡുഗിയോട്ടക് എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡിൽ കുറേ കുട്ടി കുട്ടി വില്ലേജസ് ഉണ്ട്. ബൊസാവ, സാലി, വെലിറാറ്റ്, ലൂക്ക. നമ്മൾ നിൽക്കുന്നത് ബൊസാവയിലാണ്. ഇന്നലെ ഫെറി ഇറങ്ങി നമ്മൾ നേരെ ബൊസാവയിലേക്ക് വന്നു. ഇവിടെ എത്തി എയർബിഎൻബി ചെക്ക് ഇൻ ചെയ്തു കിടന്ന് ഉറങ്ങി കേട്ടോ. ഈ ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആകെ പോസിബിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു കാർ റെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ റെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ബസ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഇൻഫ്രീക്വന്റ് ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് എയർബിഎൻബിന് തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഇവരെ തന്നെ റെസ്റ്റോറൻറ്റ് ആണ്. അതുകൊണ്ട് അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ കുറേ പേര് സൈക്കിളിൽ ഈ ഒരു ഐലൻഡ് ചുറ്റി കാണുന്നത് കണ്ടു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സീ ബാസ് ആൻഡ് സീ ബ്രീം ഉള്ള ഒരു പ്ലേറ്റ് ആയിരുന്നു. നല്ല ഫ്രഷ് ആൻഡ് അടിപൊളി ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രിൽ ഫിഷ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ അവർ നമ്മൾ ഒന്ന് പേടിപ്പിച്ചു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് പോയി ചോദിച്ചു നോക്കട്ടെ, കിച്ചൺ ഇപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളൂ എന്ന്. അങ്ങനെ നമുക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി. ക്രൊയേഷ്യയിൽ അധിക കടകളും രാവിലെ ഓപ്പൺ ചെയ്യില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടാൻ ഭയങ്കര പണിയാണ്. എങ്ങോട്ടാ? ഹലോ ഗൈസ്, ഇതാണ് പാഡിൽ അഥവാ സൂപ്പ് ബോർഡ്. നമുക്ക് ഓടിക്കാറിയില്ല, പക്ഷെ നമുക്ക് യൂട്യൂബ് ട്യൂട്ടോറിയൽ കണ്ടിട്ടുണ്ട് 5 minutes. അപ്പോൾ നമുക്ക് നോക്കാം.
ആ സുഖ്ബോർഡിൻ്റെ പാഡിൽ എൻ്റെ കയ്യിലുള്ളത് അതും കൂടി ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യട്ടെ. പേടിയാ, അയ്യോ എനിക്ക് പേടിയാവണുണ്ടാമൻ. നീ ഈ സൈഡിലേക്കോ? വാ വാ. എടാ എടാ പാനിക് ആവണ്ട, മെല്ലനെ പിടിച്ചാ മതി, ഒന്നും പറ്റില്ല. കുറേ നേരം വെള്ളത്തിലിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം എനിക്ക് പേടിയായിരുന്നു. പക്ഷെ പിന്നെ എല്ലാം ആ പേടി മാറി 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 വന്നു. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് വേറെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാണ് പോയത്. ഒരു ബർഗർ ഓർഡർ ചെയ്തു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല. ട്യൂണ ബർഗർ ആയിരുന്നു കേട്ടോ. ട്യൂണ ഫിഷ് എനിക്ക് അസച്ച് ഇഷ്ടമാണ്. അതെന്തേലും ആട്ടെ, നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഡ്രൈവ് പോകുന്ന പ്ലാൻ ചെയ്തു. ഡുഗി ഒട്ടക് എന്ന് പറഞ്ഞ ഐലൻഡ് 45 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡുഗി ഒട്ടക് എന്ന പേരും. ഡുഗി എന്ന് പറഞ്ഞാൽ ലോങ് എന്നും ഒട്ടക് എന്ന് പറഞ്ഞാൽ ഐലൻഡ് എന്നുമാണ്. ഈ ഐലൻഡിന്റെ ക്യാപിറ്റലാണ് സാലി. നമ്മളിപ്പോൾ താമസിക്കുന്നത് ബൊസാവയിലാണ്. സാലി ഇതേപോലത്തെ വേറൊരു വില്ലേജ് ആണ്. ഇവിടുന്ന് സാലിയിലേക്ക് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ഓൺ ദ വേ റോഡിലൊന്നും ആരുമില്ല, വളരെ ചുരുങ്ങിയ കുറച്ച് കാറ് കാണാം, നല്ലാണ്ട് എംപ്റ്റി റോഡ്സ് ആയിരുന്നു. ആൻഡ് വരുന്ന വഴിക്ക് നമ്മൾ വേറെയും കുറച്ച് ക്യൂട്ട് ലിറ്റിൽ വില്ലേജസ് ഒക്കെ കണ്ടു. സാലി മെയിൻ ആയിട്ട് ഫിഷർമാൻ കൾച്ചർ ഉള്ള ഒരു ടൗൺ ആണ്. കുറേ കളർഫുൾ ഹൗസസ് ഒക്കെ ഉണ്ട്. അത് ഒക്കെ അങ്ങനെ അവിടെ ഇവിടെ കാണായിരുന്നു. നല്ല ഡ്രൈവ് ആയിരുന്നു. കുറച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് ഇനിയിപ്പം ലൈറ്റ് ഹൗസിലേക്ക് പോവാണ്. നമ്മളെ എയർബിഎൻബി ഉള്ള സെയിം റോഡാണ് കേട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ചുമ്മാ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അല്ലേ. വേറെ കുറേ ഐലൻഡ്സ് ആണ്. ഇന്നത്തെ നമ്മളെ ലിസ്റ്റിൽ നെക്സ്റ്റ് സ്റ്റോപ്പാണ് വെലിറാത്ത് ലൈറ്റ് ഹൗസ്. ദുഗി ഒട്ടക്കിന്റെ നോർത്ത് വെസ്റ്റേൺ ടിപ്പിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഈ ലൈറ്റ് ഹൗസ് 1849 ഉണ്ടാക്കിയത്. ഭയങ്കര ടോളാണ്, 42 meters എന്തോ ഉണ്ട്. ആക്ച്വലി ഇതാണ് ടോളസ്റ്റ് ലൈറ്റ് ഹൗസ് ഇൻ ക്രൊയേഷ്യ. എൻട്രി ടിക്കറ്റ് അറൌണ്ട് €5 എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലൈറ്റ് ഹൗസ് കീപ്പർ ആണ് ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മൾ എന്തായാലും ഇന്ന് ലക്കി ആയിരുന്നു. ഇവിടുന്ന് കാണാൻ കഴിയുന്ന വ്യൂ ഇസ് സോ വർത്ത് ഇറ്റ്. ഒരു സൈഡിൽ പൈൻ ട്രീസ്, മറ്റേ സൈഡിൽ ഫുൾ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ അഡ്രിയാറ്റിക് കടൽ, ടെർക്കോയിസ് വാട്ടർ. ഒരു പോസ്റ്റ് കാർഡ്, ഒരു മൂവിങ് പോസ്റ്റ് കാർഡൊക്കെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ലോക്കൽസ് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഈ ലൈറ്റ് ഹൗസിന്റെ ചുമര് എഗ് യോക്ക് യൂസ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്തതെന്ന്. എന്തിനാണെന്നറിയോ? ടു മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ എഗെയിൻസ്റ്റ് ദ സോൾട്ടി സീ വിൻഡ്. എന്തൊക്കെയാണില്ലേ പഴയ ഓരോരോ കഥകൾ. എന്താണെങ്കിലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. കുറേ നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് ബൊസാവയിൽ നമ്മൾ എയർബിഎൻബി ഇല്ലേ അങ്ങോട്ട് തന്നെ വന്നു. ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ റാപ്പ് ചെയ്തു.
ഡുഗ്ഗിയോട്ടക്കിലെ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി, ചായയിലല്ലോ കാപ്പി കുടിക്കാൻ വേണ്ടി തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റ് ഇല്ലേ, ഫസ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ സീബാസും സീ ക്രീമും ഒക്കെ കഴിച്ച് ഇവരെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഇവിടെ കിട്ടില്ല, അതുകൊണ്ട് അടുത്ത് വേറൊരു കുട്ടി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് 1-2 ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തു. തിരിച്ച് റൂമിലെത്തി പെട്ടെന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2 ദിവസം ദുഗ്ഗിയോട്ടക്കില അടിപൊളിയായിരുന്നു. ലെസ് ക്രൗഡഡ് ആണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അധികം ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രം, ആരും നമ്മളെ മൈൻഡ് ചെയ്യാൻ വരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരുള്ള ഒരു കുഞ്ഞൊരു ഐലൻഡ്, അവിടെ തന്നെ ഉള്ള ഒരു കുഞ്ഞു വില്ലേജിലാണ് നമ്മൾ താമസിച്ചത്. എന്തായാലും ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ അത്ര മാസ് ടൂറിസം അങ്ങോട്ട് ആയിട്ടില്ല ദുഗ്ഗിയോട്ടക്കിൽ. സ്പ്ലിറ്റ്സ് വാറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും, കുറച്ചും കൂടെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെയായിരുന്നില്ല, ഒരു സ്ലോ ലിവിങ് ആയിരുന്നു. നമ്മൾ എയർബിഎൻബിന്റെ ബാൽക്കണിയിൽ തന്നെ ഇരുന്നിട്ടോ ഞാൻ റെഡി ആവുന്നത്. ഒന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ബോട്ടിൽ ആൾക്കാരൊക്കെ പോകണം. എന്താണെങ്കിലും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും തന്നെ ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം സെയിൽ നടക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങണം. തിരിച്ച് നമുക്ക് ഫെറി എടുത്തിട്ട് വേണം സദാറിലേക്ക് പോകാൻ. അവിടെ നിന്നാണ് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോണത്. അങ്ങോട്ട് പോയപ്പോഴുള്ള എത്ര സുഖം ഉണ്ടായില്ല കേട്ടോ തിരിച്ചു വരാൻ. നട്ടുച്ച സമയത്താണ് നമ്മൾ തിരിച്ചു വരുന്നത്, നല്ല വെയിലായിരുന്നു. ആൻഡ് കുറേ സമയത്തിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലും അങ്ങനത്തെ ഒരു AC റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് ഏരിയ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴത്തേക്ക് ഞാൻ ചൂടെടുത്ത് വേർത്ത് ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾ തിരിച്ച് സദാറിലെത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് കിർക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഈ ഏരിയയിലാണ് പ്ലിറ്റ്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ വേറൊരു വഴിക്കാണ് പോകുന്നത്. അതിന് മുന്നേ എന്തായാലും ലഞ്ച് കഴിക്കണ്ടേ. സെവാപ്പിയൊക്കെയാണ് കേട്ടോ ഒന്ന് കഴിച്ചത്. ആദ്യം എനിക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല, കാരണം എനിക്ക് ഗ്രിൽ ഫിഷ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തൊട്ട് നടക്കുന്നുണ്ടായിരുന്നത്. അത് കിട്ടിയില്ല. ലഞ്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോണത് ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം സദാറിന്ന് ഓമിസിലേക്ക് പോവാണ്. പോണ വഴിക്കാണ് കിർക്ക നാഷണൽ പാർക്ക്, അല്ല നാഷണൽ പാർക്ക്, അതെ നാഷണൽ പാർക്ക്, പക്ഷെ അത് അത്യാവശ്യം ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരു ഹിഡൻ സ്പോട്ട് 1 അല്ല 2 കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ ഫൈനലി ഇത് ചൂസ് ചെയ്തു. ഇതെന്താ പറയാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എഴുതിയത് ബെലിസിക്ക ബുക്ക് എന്നാണ്. അപ്പം ഇതും ഒരു ഹിഡൻ വാട്ടർഫോൾസ് ആണ്. നമുക്ക് താഴേക്ക് അങ്ങോട്ടാന്ന് തോന്നുന്നു, കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ള കുഞ്ഞി ഒരു 400-500 മീറ്റർ നടക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. ഭയം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അപ്പൊ തന്നെ അവിടെ നിന്ന് സൗണ്ട് കേൾക്കാം. അപ്പം എനിക്ക് തോന്നുന്നു അധികം ദൂരം നടക്കാനേ. എന്തായാലും നമുക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പഴയ ഒരു വാട്ടർ മില്ലാണെന്നാണ് ഞങ്ങൾ ഗൂഗിൾ റിവ്യൂ നോക്കിയപ്പോൾ കണ്ടത്. ആൻഡ് ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ. പക്ഷെ ഇപ്പോൾ ഡെസേർട്ടഡ് ആണ്, ഉള്ളിൽ പോണില്ല, തീരെ ലൈറ്റ് ഒന്നുമില്ല. വാത്തായിക്കോ വഴി കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ സ്ഥലത്തൂടെ ഇറങ്ങി, എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. പിന്നെ നമ്മൾ അതിലൂടെ തന്നെ വന്നു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആരും ഇല്ല, പക്ഷെ നല്ല രസം കേട്ടോ. പക്ഷെ എന്നാലും ഒരു പേടി, ഇവിടേക്ക് ആഴം ഒഴുക്കൊക്കെ തോന്നുന്നു. ആഴല്ല ഒഴുക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇറങ്ങുന്നൊന്നുമില്ല. ഇറങ്ങാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല. നമ്മൾ തിരിച്ചു പോകണേ കുറച്ച് പോളറൈഡ് മാത്രം. എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നു. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്, കൊള്ളാം.
വാട്ടർഫാൾസിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി നമ്മള് എയർബിഎൻബിയിലേക്ക് പോവാണ് ഓമിസിലെ. പക്ഷെ നമ്മൾ ഒരു ചെറിയ ഡീറ്റൂർ ചെയ്യുന്നുണ്ട്. നമ്മൾ കോസ്റ്റൽ ഹൈവേ എടുക്കണേ. ഇവിടെ ഒരു ഷെബനിക് എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. അവിടെ നമ്മൾ കോസ്റ്റൽ ഹൈവേയിൽ കയറും. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് വഴി പോകും. ശരിക്കും ഇത് 3 മണിക്കൂർ എടുക്കും. ശരി, ആക്ച്വലി 2 മണിക്കൂർ ഉള്ളൂ. അപ്പൊ പോണ വഴിക്ക് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഫുൾ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂ ഞാൻ ക്ലോസപ്പിൽ ആഡ് ചെയ്യാം. നല്ല രസമുണ്ട്. പക്ഷെ ക്യാമറ ഒന്നും ഒട്ടും ജസ്റ്റിസ് കാണിക്കുന്നില്ല. നേരിട്ട് ഭയങ്കര വൃത്തിയാണ്, പക്ഷെ ക്യാമറ കിട്ടണില്ല. ഇവിടെ നിന്നുള്ള ഡ്രൈവ് കോസ്റ്റൽ വഴി കൂടെ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ യൂറോപ്പിൽ കാർ റെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു അടിപൊളി ഡിസിഷൻ ആയിരുന്നു. നമുക്ക് വേണ്ടോടത്ത് നിർത്താം, അങ്ങനത്തെ കുറേ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ട്രിപ്പായിരുന്നു. ഇതിന് മുന്നേ ഓസ്ട്രിയ പോയപ്പം എനിക്ക് കുറേയൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് കാരണം ഭയങ്കര ടയേർഡ് ഫീൽ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ അതുണ്ടായില്ല. നമ്മൾ ട്രോജറിലെത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളെ പ്ലാൻഡ് ഉണ്ടായിരുന്ന ഒരു ടൗൺ അല്ല. പക്ഷെ എന്നാലും പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കൊച്ചു കൊച്ച് ബ്യൂട്ടിഫുൾ ടൗൺസ് കണ്ടപ്പോൾ ഒരെണ്ണത്തിൽ നിർത്തിയതാണ്. ഇവിടുന്ന് ഇനിയും ഒരു 1 hour ഡ്രൈവ് ഉണ്ട് ഓമിസിലേക്ക്. കുറച്ച് നേരം നമ്മൾ ആ കുട്ടി ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വിചാരിച്ചു പിന്നെ ഇവിടെ തന്നെ ഡിന്നർ കഴിക്കാൻ. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തപ്പി കുറച്ച് നേരം നടന്നു. അവസാനം ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശേഷം എന്തുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റിൽ ഇത്ര തിരക്ക് എനിക്ക് മനസ്സിലായി. ക്രൊയേഷ്യയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഇവിടെ നിന്നായിരുന്നു. നമ്മളങ്ങനെ ഓമിസിലെത്തി. ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്, എയർബിഎൻബി കേട്ടോ. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയി നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ ഭംഗി കാണാൻ പറ്റില്ല. രാവിലെ ഇപ്പം കുറച്ച് ലേറ്റ് ആയി. സമയം അറൌണ്ട് 11. റെഡിയായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണം. അതിന് മുന്നേ ഞാൻ ഈ അപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചുതരാം. ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. സോ ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇനി ഡോർ തുറന്നിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എയർബിഎൻബിയിൽ നമ്മൾ ഇറങ്ങി റൈറ്റ് സൈഡിൽ എയർബിഎൻബിയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കടൽ കാണാം കേട്ടോ. ഇന്നത്തെ നമ്മളെ പ്ലാൻ അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, ഒരു ഡ്രൈവ് അത് തന്നെയാണ് ഇന്നത്തെ പ്ലാൻ. രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് കുടിക്കാം, കോഫി ഇങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കഫേ തപ്പി നടക്കുകയാണ്. ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ ഒരു കഫേ കണ്ടുപിടിച്ചു. എനിക്ക് നീല കളർ വെള്ളം കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കൽ പോലും എൻ്റെ ഒരു പോണം എന്നുള്ള ഒരു വിഷ് ലിസ്റ്റിലുള്ള സ്ഥലമായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എന്തൊരു ഭംഗിയുള്ള സ്ഥലം. നമ്മളങ്ങനെ ഇൻസ്റ്റയിലൊന്നും ഒരുപാട് എനിക്ക് റീൽസിലും ഒന്നും റെക്കമെൻഡേഷൻ വന്നിട്ട് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായില്ല. എന്താണെങ്കിലും നമുക്ക് കോഫി മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അധിക കടകളിലും രാവിലെ കോഫി മാത്രമേ ഉണ്ടാവും, കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങി വന്നു.
ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എനർജി കിട്ടിയതിന് ശേഷം നമ്മൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. ഒരു ബീച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാനാണ് നമ്മൾ ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നത്. പോണ വഴിക്ക് എവിടെയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിക്ക് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചർച്ച് എവിടെ കണ്ടാലും ആടി ഒന്ന് ചവിട്ടി നോക്കണം. ഇതാണ് ആ ചേർച്ച്. നല്ല ഭംഗിയുള്ളൊരു പള്ളി, ഒരു കുഞ്ഞു പള്ളിയാണ്, ഭയങ്കര വലുപ്പം. അങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ കിടക്കുന്നൊന്നുമില്ല. അവിടെ നിന്ന് ആരും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കി. എന്നിട്ട് നമ്മൾ തിരിച്ച് കാറിൽ കയറി. ഒരു പ്ലാനും വെക്കാത്തൊരു ഡ്രൈവ് ആയതുകൊണ്ട് കാണുന്നതൊക്കെ ബോണസ് ആയിരുന്നു. രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കടൽ, ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ കുറേ കളർഫുൾ ആയിട്ടുള്ള വീടുകൾ, പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കുറേ കുട്ടി കുട്ടി ടൗൺസ്, കുറേ ഹാർബറുകൾ. അങ്ങനെ നല്ല രസത്തിൽ നമ്മളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞു പോവാണ്. നമ്മളിങ്ങനെ പറയുമായിരുന്നു നാട്ടിൽ കൂടെയാണ് ഇങ്ങനെ പോണേ വെച്ചാൽ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കരിക്കും വെള്ളം, കരിമ്പ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കുട്ടി കുട്ടി സ്റ്റാൾ കാണും. ഈ വഴിയിലൊന്നും ഒന്നുമില്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മൂമ്മേൻ്റെ ഷോപ്പ് നമ്മൾ കണ്ടത്. അങ്ങനെ പറഞ്ഞു 36 ഞങ്ങളെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ചു. ഞാനാണിത് വാങ്ങിയത്. ഇത് ഓറഞ്ച് പീൽ ക്യാൻഡിയും പിന്നെ ആൽമണ്ട്സിന്റെ ചുറ്റും എന്തോ ഒരു കോട്ടിംഗ് ഉള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു പൊമഗ്രനേറ്റ് ജ്യൂസും വാങ്ങിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. വീട്ടിലെന്ന് വെച്ചാൽ അവരെ സ്വന്തം ഫാമിൽ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പിന്നെയും നമ്മൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തപ്പോൾ ലാൻഡ്സ്കേപ്പിലൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി. കടലൊക്കെ കുറച്ചായിട്ട് കാണാണ്ടായി. പിന്നെ കുറച്ചും കൂടെ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് നമ്മളിങ്ങനെ മാറി തുടങ്ങി. ഡ്രൈവ് ചെയ്ത് കുറേ നമ്മൾ ഉള്ളിലേക്ക് എത്തിയ പോലെ ഉണ്ട് കേട്ടോ. ആരുമില്ല. വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കടലിൻ്റെ അവിടെ ഇവിടെയൊക്കെ വന്ന് കുളിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്പോട്ടിലെത്തിയപ്പം അവനും പറഞ്ഞു അമ്മനും ഒന്ന് നീന്തണമെന്ന്. ഇങ്ങനെ അവൻ നീന്താൻ പോയതാണ്. കുറച്ച് നേരം ആ വെള്ളത്തിൽ നിന്ന് അതേപോലെ തിരിച്ചു വന്നു. ഒരു കുട്ടി സീ എർച്ചിൻ അറ്റാക്ക് ഉണ്ടായതാണ്. ചുമ്മാ ഒരു സുവനീർ പോലെ ഞാൻ എൻ്റെ കാലിൽ സീ എർച്ചിനൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എന്ത് രസമുള്ള ഒരു ടൗണാന്ന് അറിയോ. ഇവിടെയും അധികം ആൾക്കാരൊന്നുമില്ല. കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. കുറേ പേര് ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറേ കുഞ്ഞി പിള്ളേരുണ്ട്. നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കല്ലുമ്മക്കായാണ് ഓർഡർ ചെയ്തത്. അത് വൈനിലും ഗാർലിക്കിലും കൂടി ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമായിരുന്നു. പിന്നെ വേറെ കുറേ സീ ഫുഡ് ഉള്ള ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ചീസ് കേക്ക് ഓർഡർ ചെയ്തു. ഇന്നലെ ഒരു ബീച്ചിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഒരു ഗ്രോസറി സ്റ്റോറിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. ക്രൊയേഷ്യയിലുള്ള ലാസ്റ്റ് ഡേ അല്ല, ക്രൊയേഷ്യയിൽ നമ്മൾ നാളെയും കൂടി ഉണ്ട്. നാളെ ഉച്ച ആകുമ്പോഴാണ് നമ്മളെ ഫ്ലൈറ്റ്. പക്ഷേ ഇന്ന് ഓമിസിലുള്ള ലാസ്റ്റ് ഡേ ആണ്. ശരിക്കും ഇത് ക്രൊയേഷ്യയിൽ പറയാം ഓമിഷ് എന്നാണ് കേട്ടോ, ഓമിസ് എന്നല്ല. പറയുമ്പോൾ നമ്മൾ എളുപ്പത്തിന് ഓമിസ് എന്ന് പറയുന്നതേ. ഓമിഷ് ക്രൊയേഷ്യന്റെ ഡാൽമേഷ്യൻ തീരത്താണ്. സെറ്റിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഉണ്ട്. ആ ഒരു റിവറിനോട് കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ടൗൺ ആണ് ഓമിഷ്. പണ്ടത്തെ കാലത്ത് ഇത് കപ്പിത്താക്കന്മാരുടെ ടൗൺ ആയിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ റിവർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ തീരം ഈ കപ്പിത്താക്കന്മാർക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഓമിഷിലെ ഏറ്റവും വലിയ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോർട്ടുകളാണ്. വലിയ വലിയ ഫോർട്ടുകളുണ്ട്. ഒരുപാട് ഫോർട്ടുള്ള ഒരു ടൗൺ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്. റാഫ്റ്റിംഗ്, കയാക്കിംഗ് പോലത്തെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഓമിഷ് ഓഫർ ചെയ്യുന്നുണ്ട്. മിറാബെല്ലെ ഫോർട്രസ്, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോണത്. ഒരു ഷോർട്ട് 10 minutes ഹൈക്ക് എന്നാണ് ChatGPT പറഞ്ഞത്. അതോടെ നമ്മൾ നട്ടപ്രവേലൊന്നും കൺസിഡർ ചെയ്യാണ്ട് നടക്കാൻ പോവാണ്. ആ മുകളിലൊരു ഫ്ലാഗ് കാണുന്നില്ലേ, അങ്ങോട്ടാണ് നമുക്ക് നടന്നു പോകേണ്ടത്. ഇവിടെ നമുക്കൊരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. എന്തോ ചെറിയ പൈസ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് നടക്കണം. സ്റ്റീപ്പായിട്ടുള്ള കുഞ്ഞു സ്റ്റെപ്സ് ആണ്. പക്ഷെ അത്ര ടയറിംഗ് ഒന്നും ആയിരുന്നില്ല. ഒരുപാട് നേരം ഒന്നും നടക്കാനില്ല. ചില സ്ഥലത്തൊക്കെ മുകളിലേക്ക് കയറുമ്പോൾ പേടിയാവുന്നുണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പോൾ കേട്ടോ. ഈ മിറാബെല്ല കോട്ട 13th century ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓമിഷിലെ പൈറേറ്റ്സ് അവർക്കൊരു ആശ്രയ സ്ഥലമായിട്ടാണ് ഈ ഫോർട്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയത് ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിരുന്നു. ഏതെങ്കിലും എനിമീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓമിഷിന്റെ
മാരിടൈം ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർട്ടാണ് മിറാബെല്ല ഫോർട്ട്. മുകളിൽ കയറി എത്തിയതിനു ശേഷം ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളതാണ്. ഫുൾ ടൗൺ നമുക്ക് കാണാൻ പറ്റും, സെറ്റിന റിവർ നമുക്ക് കാണാൻ പറ്റും, അതിൽ കൂടെ കയാക്കി പോണ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കുറേ നേരം നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യൂ തന്നെയാണ് ഇവിടെ മുകളിൽ കയറി എത്തിയാൽ. നമ്മളിവിടെ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ മുകളിൽ എത്തിയപ്പോൾ. പിന്നെ ഓഗസ്റ്റിൽ ഓമിഷ് ടൗണിൽ പൈറേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഓഗസ്റ്റിലൊക്കെ പോയ ആ ഫെസ്റ്റിവലൊക്കെ നിങ്ങൾക്ക് കൂടാനൊക്കെ പറ്റും. മുകളിൽ നിന്ന് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഫുൾ 3 സൈഡിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു സൈഡിൽ ഫോട്ടോ ആണ്, പക്ഷെ അല്ലാണ്ടുള്ള ഫ്രണ്ടിലുള്ള 3 സൈഡിലും നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. താഴെത്തി ആദ്യം പോയത് ഒരു ജ്യൂസ് കടയിലേക്കാണ്. ഓമിഷിന്ന് കാറെടുത്ത് ഞങ്ങൾ സ്പ്ലിറ്റിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് തപ്പി കുറേ നടന്നു. നല്ല റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ആടെ പോയി കയറി. ആടെ ഞങ്ങൾ ചെന്ന സമയത്ത് ആരുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ള എല്ലാ ഫുഡും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ ആക്ച്വലി സമയം ഭയങ്കര കുറവാണ്. സ്പ്ലിറ്റിലൊന്ന് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുള്ള സമയം ഉണ്ടായുള്ളൂ. അപ്പം അവിടെ തന്നെയാണ് ഡയോക്ലീഷ്യൻ പാലസ് ഉള്ളത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മളൊരു കയാക്കിങ്ങിന് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ വരെ അത് പ്ലാനിലുണ്ടായില്ല. അവൻ എന്നോട് കഴിഞ്ഞ ദിവസമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കയാക്ക് ചെയ്യാൻ പോയാലോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ മിറാബെല്ല ഫോർട്രസ് കയറിയില്ലേ, അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കുറേ പേര് കയാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി കയാക്കിങ്ങിന് പോകണമെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു കയാക്ക് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തേണ്ട സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഡയോക്ലേഷ്യൻ പാലസിൽ മാത്രം ഒന്ന് പോയി ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് കണ്ടു. അടുത്ത് കുറേ സുവനിയർ കടകളുണ്ട്. അപ്പം 1-2 കടയിലൊക്കെ കയറി നോക്കി കുറച്ച് ജ്വല്ലറി സാധനങ്ങളും കുറച്ച് മാഗ്നറ്റ്സും ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോഴത്തേക്ക് സുപ്പൻ കയാക്ക് സെന്റർ സ്പ്ലിറ്റിന്റെ ആൾക്കാർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തു കയാക്കിന് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് കുറച്ച് നേരം ഒരു 20-25 മിനിറ്റ്സ് ഉള്ളായിരുന്നു നമുക്ക് കടലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കടലിലാണ് കേട്ടോ കയാക്ക് ചെയ്യാൻ പോണത്. കടലിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കയാക്കിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ആ മിറാബെല്ല ഫോർട്രസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ റിവറിൽ കൂടിയായിരുന്നു ഇങ്ങനെ പോകുന്നത്. ഇതായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കാര്യത്തിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിന്നെ ഫോണും കൂടി എടുക്കേണ്ടെന്ന് അവർ പറഞ്ഞു. എനിക്ക് വേറെ വീഡിയോസ് ഒന്നും കിട്ടിയില്ല. ഓരെടുത്ത കുറച്ച് വീഡിയോസ് കിട്ടിയുള്ളൂ. നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾ അതിൽ വാട്ടർ പ്രൂഫ് പൗച്ചൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കാവുന്നതാണ് കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. കയാക്കിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് റാപ്പ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് ദി ട്രിപ്പായി. ഈ പ്രാവശ്യം നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഒത്തിരി ടയേർഡ് ആവാത്തൊരു ട്രിപ്പായിരുന്നു. നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെയിൻ റീസൺ കാറ് റെന്റ് ചെയ്തതാണെന്ന്. ഓണ വഴിക്ക് നമ്മളൊരു ബ്രഞ്ചിനൊക്കെ കയറി. ഇനി ഈ കാറൊക്കെ തിരിച്ച് റെന്റ് ചെയ്തെടുത്ത് കൊടുക്കണം, എന്നിട്ട് നമുക്ക് ഫ്ലൈറ്റ് എടുക്കണം. അതന്നെ ഉള്ളൂ. ഇന്ന് വേറെ എവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് പോകാനൊന്നും ഉണ്ടായില്ല. നല്ല അടിപൊളി കുറച്ച് ദിവസമായിരുന്നു. ഞാൻ ഡെഫിനറ്റ്ലി ക്രൊയേഷ്യയിലെ ഫുഡ് മിസ് ചെയ്യും. എസ്പെഷ്യലി സീബാസും സീബ്രീമും. ഇത്രയും എൻ്റെ നാവിൽ ഇപ്പോഴും എനിക്കത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് വീഡിയോ, കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.